ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇറാനുമായി യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനെ അടിച്ചതിന് ശേഷം, ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തതിന് ശേഷം, അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ തകർത്തതിന് ശേഷം ഇപ്പോൾ ഇത് ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് മിഡിൽ ഈസ്റ്റിലെ നിന്നുള്ള പല കച്ചവടങ്ങളും പ്രധാനമായും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രധാനമായും ആ പാതയാണ് മിഡിൽ ഈസ്റ്റ് ആശ്രയിക്കുന്നത്. അത് അടച്ചുപൂട്ടി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. പോരാത്തതിന് മിഡിൽ ഈസ്റ്റുമായി കച്ചവടം നടത്തുന്ന പല രാജ്യങ്ങളും, ലോകരാജ്യങ്ങൾ മുഴുവനും ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തിയതിനു ശേഷം ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇറാൻ പാർലമെന്റ് ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ലോകത്തിന് എണ്ണയും മറ്റ് ഇന്ധനങ്ങളും വിതരണം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട സ്ഥലമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സ്ഥലം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ഈ തീരുമാനം ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളുടെയും ഇന്ധന വിതരണത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലോകത്തിന് വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന്റെ 25% കടന്നു പോകുന്ന പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇറാൻ അടുത്തുള്ള ഈ സ്ഥലം ഹോർമൂസ് കടലിടുക്ക് ഇത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു ഭാഗമാണ്. ഇറാൻ, ഖത്തർ, ഇറാഖ്, UAE, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിനാൽ ഈ സ്ഥലം എണ്ണ വിതരണത്തിന് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. രണ്ട് കടൽ തീരങ്ങൾക്കിടയിൽ 39 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു കടലിടുക്കാണിത്. അതിനാൽ ഇവിടെ നിന്ന് എണ്ണ വിതരണം ചെയ്യുന്നത് എളുപ്പമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ പ്രകൃതിവാതകത്തിന്റെ 1/3 ഭാഗവും അസംസ്കൃത എണ്ണയുടെ 25% ഈ സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സ്ഥലം വാതക എണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായാണ് പ്രധാനമായും കണക്കാക്കപ്പെടുന്നത്. അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന് ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ട് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എണ്ണവില ഗണ്യമായി ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യ അത് ബാധിക്കില്ല എന്നാണ് പ്രധാനമായും നമ്മുടെ രാജ്യത്തെ കേന്ദ്രം, അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത്. കാരണം ഇന്ത്യ ഈ ഹോർമൂസ് കടലിടുക്കിനെ മാത്രം ആശ്രയിച്ചല്ല ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാനമായും റഷ്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് വലിയ സഹായമുണ്ട്, അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും വലിയ കച്ചവടമാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ എണ്ണ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും ഈ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട്, അത് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.